ഭാര്യയ്ക്ക് തെരുവ് നായയുടെ കടിയേറ്റത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഭർത്താവ്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് കുളത്തൂപ്പുഴ സ്വദേശി ജോസഫ് ഡേവിഡ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് ജോലിക്ക് ശേഷം തിരികെ വരുമ്പോഴാണ് ജോസഫിന്റെ ഭാര്യ സെലിൻ ഡേവിഡ് അടക്കമുള്ളവരെ തെരുവുനായ ആക്രമിച്ചത്. സെലിൻ ഡേവിഡിനെ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി. തെരുവുനായ ശല്യത്തെക്കുറിച്ച് പലതവണ പഞ്ചായത്തിൽ പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ലെന്നും പോലീസ് ഇടപെട്ട് നഷ്ടപരിഹാരം വാങ്ങി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. പല പ്രാവശ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഒരു നടപടി ഇല്ലാത്തത് കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി കൊടുത്തു. ഇതിന് പരിഹാരം ഈ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായേ മതിയാവും. അതിന് അങ്ങേറ്റം വരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും. കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെക്രട്ടറിയും എതിർകക്ഷിയാക്കിയാണ് പരാതി നൽകിയത്. പരാതി അന്വേഷിക്കുമെന്ന് കുളത്തൂപ്പുഴ പോലീസ് പറഞ്ഞു. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസഫ് ഡേവിഡ്. വൈഫിന് ഇപ്പോഴും വന്ന ഇത്രയും മാനസികമായിട്ടുള്ള സംഘർഷവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും മനസ്സിൽ കണക്കാക്കി നല്ലൊരു നഷ്ടപരിഹാരം ഇതിന് വൈഫിന് കിട്ടണം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജോസഫ് ഡേവിഡ്. 24 കൊല്ലം. അത് അനുജ പറഞ്ഞ പോലെ അത് വ്യത്യസ്തമായൊരു പരാതിയാണ്. പക്ഷെ അതിൽ എന്താകും തീർപ്പാക്കുക എന്നറിയാനൊരു കൗതുകമുണ്ട് അല്ലേ? അതെ, തീർപ്പുണ്ടാകുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. കാരണം ഈ തെരുവുനായയുടെ അക്രമങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നായും വെറുതെ പോയിട്ട് കടിക്കുന്നതല്ല. പക്ഷെ അതങ്ങനെ തെരുവുനായ്ക്കളെ അധിവസിപ്പിക്കാനൊക്കെ ഒരു തുടങ്ങുക എന്നുള്ളത് സർക്കാരിനും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഇല്ല എന്നുള്ളൊരു വീഴ്ചയുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ എങ്ങനെയാകും ഇതിന്റെ ഒരു പരാതി പരിഹരിക്കപ്പെടുക? തെരുവുനായ്ക്കളുടെ എണ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഓരോ ദിവസം മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പോഴും കാണാറില്ലേ? ഇപ്പൊ പഴയതുപോലെയല്ല, ആ നമ്പർ അങ്ങ് വളരെ വേഗമാണ് വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല, ഞാനിപ്പോ ആലോചിച്ച എന്താ അറിയോ, ഇതേപോലെ തെരുവുനായയുടെ കടിയേറ്റവരെല്ലാം പരാതി നൽകിയിരുന്നെങ്കിൽ സർക്കാർ എന്ത് ചെയ്തേനെ എന്നുള്ളതാണ്.